ഉരുൾപൊട്ടലും പ്രളയവും പേമാരിയും സമ്മാനിച്ച ദുരന്ത അനുഭവങ്ങൾ കേരളത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എന്നാൽ ഇതിനൊരു അവസാനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരള മണ്ണിൽ ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും ഇനിയും വേട്ടയാടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വയനാട്ടിൽ ഒഴുകി വന്ന മഴവെള്ളപ്പാച്ചിലിന് ഇത്രയധികം ജനങ്ങളുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും ഈ ദുരന്തങ്ങളൊക്കെ ഒരു തുടർക്കഥയെ തന്നെ തുടരുകയാണ്. കണക്കുകൾ നോക്കിയാൽ അമ്പൂരി മുതൽ ചൂരൽമല വരെയാണ് കേരളത്തെ പിടിച്ചു കുലുക്കിയ ഉരുൾപൊട്ടലുകൾ. 2001 നവംബർ 9 നെയ്യാറിന്റെ തീരത്തെ അമ്പൂരി എന്ന കുടിയേറ്റ ഗ്രാമമാണ് ഉരുൾപൊട്ടലിന്റെ ദുരന്തമുഖം ആദ്യം അറിഞ്ഞത്. കാലവർഷം കേരളത്തിൽ വന്നു പോയിട്ട് മാസങ്ങളായി. എന്നിട്ടും അമ്പൂരി എന്ന ഗ്രാമത്തിൽ നിർത്താതെ മഴ തുടർന്നുകൊണ്ടേയിരുന്നു. ഉരുൾപൊട്ടലൊന്നും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്ന കാലമായിരുന്നു അത്. അപ്രതീക്ഷിതമായൊരു മഴവെള്ളപ്പാച്ചിൽ. മലമ്പ്രദേശത്ത് താമസിക്കുന്ന CD തോമസിന്റെ മകന്റെ മനസമ്മതം കൂടാനായി ഒരു കൂട്ടം ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. രാത്രി 8:30യോടെ കുരിശുമലയിൽ നിന്നും വലിയൊരു ശബ്ദം കേൾക്കുന്നു. മഴ കനത്ത സമയമായതിനാൽ ഇടിമുഴക്കമെന്ന് വിശ്വസിച്ച് ആരും അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനു പിന്നിൽ അവരെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു. കൂറ്റൻ പാറക്കെട്ടുകളും വൻ മരങ്ങളും ചെളിയും വെള്ളത്തിനൊപ്പം കുത്തിയൊലിച്ചു വന്നു. കുരിശുമലയുടെ താഴ്വാരത്തെ 4 വീടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ മഴവെള്ളപ്പാച്ചിൽ കടന്നുപോയി. പൂച്ചമുക്കിൽ താമസിച്ചിരുന്നവരും മനസ്സമ്മതത്തിനായി എത്തിയവരും ഉൾപ്പെടെ 39 പേർ ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. ഇതായിരുന്നു അന്നേ വരെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. പിന്നീട് വർഷങ്ങളോളം മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. പിന്നീട് പ്രകൃതി ശാന്തമായി. അധികം ദുരന്തങ്ങളൊന്നും കേരളത്തെ ഉലച്ചില്ല. എന്നാൽ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചത് 2018-ലാണ്. മണിക്കൂറുകളോളം മാസങ്ങളോളം കേരളത്തെ മുക്കി മഴ പെയ്തുകൊണ്ടേയിരുന്നു. 2018 ആ മഹാപ്രളയത്തിൽ മുന്നിൽ കേരളം മുട്ടുകുത്തിപ്പോയി. മരണം മുന്നിൽ കണ്ട നിമിഷത്തിൽ കേരളത്തിൽ 10 ജില്ലകളിലായി 341 മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായിട്ടുള്ളത്. 140 പേർ ആ വർഷം തന്നെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും മരണപ്പെട്ടു. 2019 പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങി. 3 ദിവസത്തിനുള്ളിൽ 8 ജില്ലകളിലായി 120 പേരുടെ ജീവൻ ഉരുൾപൊട്ടൽ കവർന്നു കളഞ്ഞു. കേരളം ഒട്ടാകെ വിറപ്പിച്ച കവളപ്പാറയും പുത്തുമലയും സംഭവിക്കുന്നത് ആ സമയത്താണ്. വൈകുന്നേര സമയത്ത് പുത്തുമല എസ്റ്റേറ്റിന് സമീപം മലവെള്ളം പൊട്ടിയൊലിക്കുന്നു. വലിയ പാറക്കെട്ടുകളും പടുകൂറ്റൻ വൃക്ഷങ്ങളുമായി എത്തിയ ആ ചെളിവെള്ളം അപ്പോഴും മനുഷ്യജീവനുകളെ കവർന്നെടുത്തിരുന്നു. 2019 ഓഗസ്റ്റ് 8 പുത്തുമല ദുരന്തം സംഭവിക്കുന്നത്. അന്ന് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായിരുന്നു പുത്തുമല. നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പുത്തുമലയിലും മഴവെള്ളപ്പാച്ചിലുണ്ടായി. 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ 5 പേരുടെ ജീവൻ കണ്ടെത്താനാകാതെ രക്ഷാപ്രവർത്തകർ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു. മണ്ണും പാറക്കൂട്ടങ്ങളും കവർന്നെടുത്തത് ഒരു ഗ്രാമത്തെ തന്നെയായിരുന്നു. 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർക്കപ്പെട്ടു. കവളപ്പാറയിൽ നഷ്ടമായത് 59 ജീവനുകളാണ്. അവിടെയും 11 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വർഷത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ കവളപ്പാറയിലായിരുന്നു. പുത്തുമലയും കവളപ്പാറയും താമസയോഗ്യമല്ല എന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റും വിധിയെഴുതി. 2020 ദുരന്തം വീണ്ടും ആവർത്തിച്ചു. ഇടുക്കി മൂന്നാർ പെട്ടിമുടിയിലെ പാടിയിലേക്ക് മല പൊട്ടിയൊലിച്ചു. രാത്രിയിൽ സംഭവിച്ച ദുരന്തത്തിന് ബലിയാടായത് 66 ജീവനുകളാണ്. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചൂരൽമല. ഉള്ളുപൊള്ളുകയാണ് ഓരോ നിലവിളികൾ കേൾക്കുമ്പോഴും. ഇനിയും ആ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ, ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത തന്നെയാണ് ആവശ്യം.